ഹലോ. ആ ഇല്ലല്ലോ, എഴുന്നേറ്റിട്ടില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാം. ഓക്കെ. മനോജ്, മനോജ്, എന്താ ഇത്? ഉച്ചവരെ ഉറങ്ങാൻ പോവാണോ? കോടതി പോണ്ടേ? മണി 8 കഴിഞ്ഞു. രാവിലെ തൊട്ട് മനോജിന്റെ ഫോൺ നിർത്താതെ അടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അവസാനം എന്താ, ഞാൻ ഇപ്പൊ അറ്റൻഡ് ചെയ്തു. ഓഫീസിൽ നിന്ന് പ്രീതിയായിരുന്നു. ഇന്ന് വിലാസിനി കൊലക്കേസിന്റെ വിചാരണ തുടങ്ങുന്ന ദിവസമാണ്. സാറ് നേരത്തെ ഇറങ്ങില്ലേന്ന് ഉറപ്പുവരുത്താൻ വിളിച്ചതാ. വേഗം ബ്രഷ് ചെയ്ത് കുളിച്ചു വന്നോളൂ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം. ഭാവന, എനിക്കൊരു സംശയം. ഇന്നലത്തെ നീയാണോ അതോ ഇന്ന് എന്റെ മുമ്പിൽ നിൽക്കുന്ന നീയാണോ? ഇതിലേത് നീയാണ് ശരിക്കുള്ള നീ? കടങ്കഥ ചോദിക്കാൻ നിൽക്കാണ്ട് കോടതിയിലേക്ക് പോകാൻ നോക്കും മനോജ്. മനോജ്, ഫയൽ എടുത്തില്ല. വേണ്ട, അത് അവിടെ തന്നെ വെച്ചേക്ക്. ഊണ് കഴിക്കാൻ വരുമോ? ഇല്ല, ഇന്നവിടെ നല്ല തിരക്കുള്ള ദിവസാ. മായ, എവിടെ നോക്കിയാടാ സാധനങ്ങൾ ഇറക്കുന്നത്? ഇഡിയറ്റ്! ഈ തട്ടി താഴെ ഇട്ടിരിക്കുന്നതിന്റെ വാല്യൂ എന്താ നിനക്കറിയോ? സോറി സാർ, മാഡം അറിയാണ്ട് വന്നപ്പോ തട്ടിപ്പോ താഴെ വീണ് പോയാ. വിസ്തരിക്കാതെ വേഗം പെരുക്കെടുക്കാൻ നോക്കൂ. ഐ ആം സോ സോറി. എല്ലാം നശിപ്പിച്ചു. മായെ കണ്ട് ഓടി വന്നപ്പോ ഇത് കണ്ടോ? ഈ പുസ്തകത്തിന്റെ പുറത്തിട്ട് കണ്ടോ? ഇനി ഇതിന്റെ പേജുകൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരും. മായ എവിടെ? വായി നോക്കി നിൽക്കാതെ പെരുക്കെടുക്കണം. എത്ര precious ആയിട്ട് ഞാൻ സൂക്ഷിച്ച സാധനങ്ങളാ ഈ താഴെ വീണ് കിടക്കുന്നത്. മായേ, നീയോ? ഞാൻ മോളിൽ നിന്ന് കണ്ടു, എന്നിട്ടാ ഞാൻ താഴേക്ക് വന്നത്. ആണോ? ഞാൻ ഫ്ലാറ്റിൽ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവയ്ക്കാൻ പോയതാ. എത്ര കാലമായി നിന്നെ കണ്ടിട്ട്, എന്താ ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ പോയി? ഇറ്റ്സ് എ ലോങ് സ്റ്റോറി. എല്ലാം വിശദമായിട്ട് പറയാം. ഏത് ഫ്ലാറ്റിലാ? ഞാൻ 3A. ഞാൻ 11A. ആണോ? എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് സ്വസ്ഥമായിട്ട് ഞാൻ വരാം. വരണം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. വരും. ബൈ. സാർ, ഇന്ന് എവിഡൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന കേസിലെ അക്യൂസിന്റെ പെങ്ങളാ. ഓ, കേസിന്റെ ഡീറ്റെയിൽസ് വല്ലതും പഠിപ്പിച്ചു കൊടുത്തോ? രാജൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സഹോദരൻ, കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് വിലാസിനെ. Am I right? എന്തുട്ട്? അല്ലല്ല, നിങ്ങളുടെ സഹോദരനായ രാജൻ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന വിലാസിനിയുമായി വഴക്കുണ്ടാക്കുന്നതോ ദേഹോദ്രവം ഏൽപ്പിക്കാൻ ശ്രമിക്കുന്നതോ ടിയാൻ കൊല ചെയ്യുന്നതോ നിങ്ങൾ കണ്ടിട്ടില്ല. അതിനവനെ ആരും കൊന്നിട്ടൊന്നുമില്ല സാറേ. അതന്ന് ശരിക്കും അബദ്ധത്തിൽ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഞാൻ കോടതി തെളിയിച്ചോളാം. അവിടെ എതിർഭാഗം വക്കീല് നിങ്ങളോട് എന്ത് ചോദിച്ചാലും ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങളൊന്നും കണ്ടിട്ടില്ല, അത്ര മതി. സംഭവ സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? വീട്ടില്. ചേച്ചി, നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ ഭർത്താവുമായിട്ട് സിനിമയ്ക്ക് പോയിരിക്കായിരുന്നു. ഏത് സിനിമയ്ക്ക്? പിണ്ണാക്ക്. അങ്ങനെ ഒരു സിനിമ ഉണ്ടോ? എടോ, അങ്ങനെ സങ്കല്പിക്ക്. സങ്കല്പിക്കുകയാണെങ്കിൽ സരിതയിലെ പടം ഞാൻ കണ്ടാണ്. നമുക്ക് സവിതപ്പെട്ട അല്ലൂർജിന്റെ പടം കണ്ടല്ലടി. അയ്യേ, തെലുങ്കോടൊന്നും കാണാൻ ഞാനില്ലേട്ടാ. നമുക്ക് വല്ല മലയാളപ്പടം പോയി കാണാം. അയ്യോ, ആരാടോ ഇയാള്? സാറ്, ഞാൻ ലിബിയളിയൻ. എന്ത്? രാജന്റെ അളിയൻ ലിബിയളിയൻ. ഇവളുടെ കൂടെ നേരത്തെ സിനിമയ്ക്ക് പോയില്ലേ, ആ ഭർത്താവ്.
നിങ്ങൾ സിനിമയ്ക്ക് പോകുമ്പോൾ രാജൻ വീട്ടിലുണ്ടായിരുന്നു. സിനിമ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വിലാസിന് കുത്തേറ്റ് വീടിന്റെ മുമ്പിൽ കിടക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. ഇതിൽ കൂടുതൽ ഒന്നും അറിയില്ല, മനസ്സിലായ? ഹലോ, നിങ്ങളുടെ പേരെന്താന്നാ പറഞ്ഞത്? രജനി. ഞാൻ നാളെ രജനിയുടെ വീട് വരുന്നുണ്ട്. സ്പോട്ടൊക്കെ ഒന്ന് കണ്ടുവെക്കാനാ. പിന്നെ രാത്രി കുറച്ച് ലേറ്റ് ആയിട്ട് എത്തും. ചുറ്റുപാടുള്ളവരൊക്കെ അറിയണ്ടെന്ന് വെച്ചിട്ടാ. രാത്രി അവിടെ തന്നെ ഉണ്ടാവില്ലല്ലേ? ഓക്കെ. അതിന് സാക്ഷി എന്ന് പറയുന്ന സ്ത്രീയുടെ വീട് കുറെ അപ്പുറത്തേക്ക് അങ്ങോട്ട് മാറിയിട്ടാണ്. എന്റെ വീട്ടിൽ എന്തൊട്ട് നടന്നാലും അവരറിയാൻ പോണില്ല. ഒരു കുഴപ്പമില്ല. ഭാവന, ഞാനിവിടെ സീരിയസ് ആയിട്ടൊരു കേസിന്റെ ഡിസ്കഷനില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും അത്യാവശ്യമായിട്ട്? രാത്രി ആരുമില്ലാത്ത സമയത്ത് കാണാൻ ചെല്ലാമെന്ന് പറഞ്ഞല്ലോ. പോകുമ്പോ 4756 രൂപയുടെ ആ സാരിയും കൊണ്ടുപോകാൻ മറക്കണ്ട. സാരി? ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇനി നീ കരഞ്ഞ് സീനാക്കലടി. ഈ വക്കീൽ സാറിനെ പുല്ല് പോലെ ഇറക്കി തരില്ലേ? ഇല്ല സാറേ, രാവിലെ തന്നെ വിട്ടൂല്ലേ? രാജന് ജാമ്യം ലഭിക്കുന്നതാണോ കരുതുന്നത്? അതൊക്കെ കോടതി തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. നീ അദ്ദേഹത്തെ വെറുതെ വിട്ടേ. പുള്ളി ഭയങ്കര തിരക്കുള്ള വക്കീലല്ലേ. എന്നോട് ചോദിക്കടാ, ഞാൻ പറയാം. എന്റെ ആളിനല്ലേ കൊലപാതകി, ഞാനല്ലടല്ല കണ്ടേന്ന്. വിളിച്ച മൂവി കിട്ടുന്ന ജാമ്യം കൂടി ഇല്ലാണ്ടോ? സർ, എന്താടോ? എനിക്കൊന്ന് വീട്ടിൽ പോകണമായിരുന്നു. ഈ നേരത്തോ? അല്ല, ഒരു കല്യാണം ഉണ്ടായിരുന്നേ. അതിനുവേണ്ടി വൈഫിന് വാങ്ങിയ സാരി വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ഡാമേജ് എന്ന് അറിഞ്ഞത്. ഞാൻ അതിന്റെ ബില്ലാണെങ്കിൽ എവിടെ വെച്ച് മറക്കുകയും ചെയ്തു. പക്ഷെ കുഴപ്പമില്ല, വക്കീലാണെന്ന് പറഞ്ഞപ്പോ ബില്ലില്ലെങ്കിലും മാറ്റി തരാന്ന് കടക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് പോട്ടെ സാറേ. ഈ ബിൽ എമൗണ്ട് എന്ന് പറയുന്ന ഏകദേശം ഒരു 4756 രൂപ വരും. എങ്ങനെ മനസ്സിലായി? മനസ്സിലായി, നല്ലോണം മനസ്സിലായി. വന്നോളൂ, എല്ലാരും വന്നോളൂ. നീ ഇതെവിടേക്കാ പോണേ? അനങ്ങി നടക്കും മനുഷ്യ. ആരോടാ ഈ ദേഷ്യം? മായ, നീ എപ്പോ വന്നു? വാതിൽ തുറക്കുന്ന ശബ്ദം ഞാൻ കേട്ടില്ല. ഞാൻ അങ്ങനെയാ, ആവശ്യമുള്ളപ്പോ പൂച്ചയെ പോലെ പതുങ്ങി വരും. മനോജുമായി വഴക്കിട്ടിരിക്കുകയാണല്ലേ? ഇല്ല, ഇത് വെറുതെ ഫോണിലൂടെ. എടി, ഇതിലിങ്ങനെ മറയ്ക്കാനും ഒളിക്കാനും മാത്രം ഒന്നുമില്ല. നീ വായിച്ചിട്ടില്ലേ? പരസ്പര വിശ്വാസം ഇല്ലാത്ത രണ്ടുപേര് മരണം വരെ വിശ്വാസം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏർപ്പാടാണ് വിവാഹം. അതിനിടയിൽ ശരീരത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അവർ സന്തോഷം അഭിനയിക്കും, ഇണചേരും, കുട്ടികളെ പ്രസവിക്കും, അവരെ വളർത്തും. പക്ഷേ ആത്യന്തികമായി കലഹിച്ചോണ്ടേയിരിക്കും. എന്നെ പോലെ ബുദ്ധിയുള്ള പെണ്ണുങ്ങൾ അഭിനയം മടുക്കുമ്പോൾ കൂടുതൽ കാലം ആ കലാപരിപാടിക്ക് നിന്നു കൊടുക്കാതെ ഇറങ്ങിപ്പോരും സ്വന്തം ജീവിതത്തിലേക്ക്. അപ്പൊ നീ ലീഗലി ഡിവോഴ്സ് ആയില്ല. ഈ ആണുങ്ങൾ പറഞ്ഞിറക്കുന്ന ഒരു ചീപ്പ് കോമഡി കേട്ടിട്ടില്ലേ? വല്ലപ്പോഴും ഒരു ചായ കുടിക്കാൻ എന്തിനാ ഒരു തേയിലത്തോട്ടം വാങ്ങിയിടുന്നതെന്ന്. ഇടയ്ക്കൊക്കെ ആ തമാശ നമ്മൾ പെണ്ണുങ്ങളും പറയണ്ടേ? നിനക്കെന്താ കുടിക്കാൻ എടുക്കണ്ടേ? ഒന്നും വേണ്ട, ആദ്യം നിന്റെ വീടൊന്ന് കാണട്ടെ. അതാ എന്റെ മുറി, ഓൺ റൂം, എന്റേത് മാത്രമായ ഒരു ലോകം. ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പ്രമാദമായ വിലാസിനി കൊലക്കേസിലെ പ്രതി രാജൻ തനിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് മനോജ് കുമാറിനെ കോടതി മുറ്റത്ത് വെച്ച് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. കൂടുതൽ വാർത്തകളുമായി ഞങ്ങളുടെ പ്രതിനിധി സുസ്മേഷ് ചേരുന്നു. സുസ്മേഷ്, എന്താണ് ഉണ്ടായത്? പ്രജോദ്, ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് പ്രമാദമായ വിലാസിനി കൊലക്കേസ് വിചാരണ ആരംഭിച്ചത്. രാജന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് മനോജ് കുമാർ പ്രോസിക്യൂഷന്റെ വിസ്താരത്തിന് ശേഷം ക്രോസ് നടത്തവേ പ്രോസിക്യൂഷനെ സഹായിക്കും വിധം ചോദ്യങ്ങൾ ചോദിക്കുകയും അത് പ്രതി രാജനെതിരെയുള്ള പ്രധാന തെളിവായി കോടതി അംഗീകരിക്കുകയുമായിരുന്നു. പിന്നീട് ജയിലിലേക്ക് കൊണ്ടുപോകാനായി രാജനെ വാനിനടുത്തേക്ക് കൊണ്ടുപോകുമ്പോഴാണ് നാടകീയമായ സംഭവവികാസങ്ങൾ ഉണ്ടായത്. പ്രജോദ്, ഇപ്പോൾ സംഭവത്തിനോടുള്ള തന്റെ പ്രതികരണവുമായി അഡ്വക്കേറ്റ് മനോജ് കുമാർ ലൈനിലുണ്ട്. ശ്രീ മനോജ്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പ്രശ്നങ്ങളൊന്നുമില്ല. ജാമ്യം ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു പ്രതി പെട്ടെന്ന് ജാമ്യം നിഷേധിച്ചപ്പോൾ ഉണ്ടായ ഒരു മാനസിക അസ്വസ്ഥത. ഞാൻ ഈ കേസ് കൂടുതൽ കൂലങ്കഷമായി പഠിച്ച് പുള്ളിക്ക് ജാമ്യം മേടിച്ച് കൊടുക്കുമ്പോൾ എന്റെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചോളും. ദാറ്റ്സ് ഓൾ. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഈ തേയിലത്തോട്ടം വാങ്ങിയ ആള് അതെങ്ങനെയാ? ഒരു കേസ് നന്നായി പഠിച്ച് പ്രിപ്പയർ ചെയ്യേണ്ട സമയത്ത് മറ്റു പലതുമല്ലേ മനസ്സിൽ. നീ കരുതുന്നത് പോലെ വഴിവിട്ട ബന്ധങ്ങൾ മനോജിനുണ്ടെങ്കിൽ
അത് അയാളുടെ പ്രൊഫഷണൽ ലൈഫിനെ മാത്രമല്ല നിന്റെ പേഴ്സണൽ ലൈഫിനെയും കൂടിയാണ് ബാധിക്കാൻ പോകുന്നത്.